മരണക്കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന വിദ്യാർത്ഥിനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കാസർഗോഡ് ജില്ലയിലെ പടനയിലെ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരിക്കാണ് അറബിക് പോസ്റ്റർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മന്ത്രി അവസരമൊരുക്കിയത്. നവംബറിൽ നടന്ന യുവജനോത്സവത്തിൽ അറബിക് പോസ്റ്റർ 1ാം സ്ഥാനം ലഭിച്ച പെൺകുട്ടിക്ക് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ കടുത്ത അസുഖം ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്ന പെൺകുട്ടി മനസ്സിൽ തട്ടുന്ന പോലെയാണ് മന്ത്രിക്ക് എഴുതിയ കത്താണ് മത്സരത്തിൽ പങ്കെടുക്കാൻ വഴിത്തിരിവായത്. കത്തിൽ പറയുന്നത് ഇങ്ങനെ: എന്നെ രോഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. അതിനാൽ എങ്ങനെയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കണമെന്നായിരുന്നു കത്തിലെ ഉൾച്ചുരുക്കം. കത്ത് ലഭിച്ച മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്ത് കൈമാറി. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് പെൺകുട്ടിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ ഒട്ടേറെ നിബന്ധനകൾ ഉള്ളതിനാൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു പെൺകുട്ടി മത്സരത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന സർക്കാരിൽ തന്നെ ഏറെ അഭിമാനമായ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ ആയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ പഠന സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കെ അറബിക് ചിത്രരചനയിൽ 1ാം സ്ഥാനം ജില്ലയിൽ വാങ്ങിയ സിദ ഫാത്തിമ എന്ന 10ാം ക്ലാസ്സുകാരി, അവർ ജില്ലാ റവന്യൂ കലോത്സവത്തിൽ 1ാം സമ്മാനം നേടി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് നിയമപരമായിട്ടുള്ള അവകാശം കിട്ടിയതിനു ശേഷം പെട്ടെന്ന് ഒരു വാസ്കുലേറ്റീവ് അപകടം പറ്റി ക്വാറന്റൈനിലേക്ക് മാറി. വീടിനകത്ത് അടച്ചുറപ്പിച്ച് ഇരിക്കുക എന്നല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കഠിനമായ രോഗത്തിന് 1 മാസക്കാലത്തിനിടയിൽ സാക്ഷ്യം വഹിച്ചു. അവർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ട് ഒരു കത്ത്. ഞാൻ ആ കത്ത് വായിച്ചിട്ട് തന്നെ കണ്ണ് നനഞ്ഞുപോയി. ആ കുഞ്ഞെഴുതിയ കത്ത് നല്ലതുപോലെ പരിശീലിച്ചതിന് ശേഷം കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടി. തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നേരിട്ടെത്തി വരയ്ക്കാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ കഠിനമായ രോഗം കൊണ്ട് ഞാൻ ക്വാറന്റൈനിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇനിയൊരു കലോത്സവത്തിൽ വരയ്ക്കാൻ ഞാൻ ജീവിച്ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു ലോകത്തിൽ അടിമപ്പെട്ട് കഴിഞ്ഞു. സാർ, എനിക്ക് ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുക്കാനോ എൻ്റെ ക്വാറന്റൈൻ സെൻറ്ററിൽ ഇരുന്ന് വരച്ച് ചിത്രം ഏൽപ്പിക്കാനോ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ചെയ്തു തരാം. ഇനി ഞാൻ ഒരു അപേക്ഷയുമായി അങ്ങയുടെ മുമ്പിൽ വരില്ല എന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തയച്ചു. 63 സ്കൂൾ യുവജനോത്സവത്തിൽ നേരിട്ട് വരാതെ ഒരു മത്സരത്തിലും കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ 64ാമത് കലോത്സവത്തിൽ ഈ കുഞ്ഞിൻ്റെ കണ്ണുനീരിൽ ധാരയായി ഒഴുകിയപ്പോൾ സിദ ഫാത്തിമ എന്ന കുട്ടിക്ക് അവിടെ ഇരുന്ന് ഓൺലൈനായി ചിത്രം വരയ്ക്കാനും ആ ചിത്രം അതേ സമയത്ത് തന്നെ വരയ്ക്കുന്ന കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജിമാർക്ക് നേരിട്ട് കാണാനും ആ കുഞ്ഞു തന്നെയാണ് അവരുടെ ഇളം കൈകൊണ്ടുള്ള ചിത്രം വരച്ചത് എന്ന് കണ്ട മത്സരത്തിൽ പങ്കെടുക്കാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.